നമ്മളെപ്പോലെ ഒരു സാധാരണ ജീവിതം നയിക്കുന്ന ഒരാളിൽ ഒരു 5 മുതൽ 6 തവണ ഒരു ദിവസം ഭക്ഷണം കഴിക്കുന്നത്, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ലഞ്ച്, രാത്രി ഡിന്നർ, ഇത് കഴിക്കുന്നതിനിടയിൽ സ്നാക്സ് കഴിക്കുന്നു, പിന്നെ കൂട്ടുകാരെ കാണുന്നു, പെപ്സി കുടിക്കുന്നു, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന വഴിയിൽ വണ്ടി നിർത്തുന്നു, ഒരു ചായ കുടിക്കുന്നു, ഒരു പഴംപൊരി കഴിക്കുന്നു. ഇങ്ങനെ ശീലിച്ചു പോയ ഒരാളിൽ, അല്ലെങ്കിൽ രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഇനി എന്തെങ്കിലും ക്ഷീണം വരുമല്ലോ എന്ന് കരുതി ഭക്ഷണം കഴിക്കുന്നത്, ഇത് ഇന്നും പ്രമേഹമുള്ള ഒരാളിലല്ല, പ്രമേഹമില്ലാത്തൊരാളിൽ ഇങ്ങനെ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ഫാസ്റ്റ് ചെയ്യാൻ പറ്റും? 2 മണിക്കൂറോ 3 മണിക്കൂറോ പോലും ഭക്ഷണം കഴിക്കാതിരിക്കാൻ സാധിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് 13-14 മണിക്കൂർ ആഹാരം കഴിക്കാതിരിക്കുക എന്നുള്ളത് ആലോചിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ അവർക്കൊരു നെഞ്ചിടിപ്പും ബുദ്ധിമുട്ടും തോന്നാം. നമസ്കാരം, ഞാൻ ഡോക്ടർ നിഷാദ് എസ് കെ, സീനിയർ കൺസൾട്ടൻറ്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ്, SKS വെൽനസ് സെൻറ്റർ, ആറ്റിങ്ങൽ. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്, ടൈം റെസ്ട്രിക്റ്റഡ് ഈറ്റിംഗ്, ഇവയുടെ ഗുണങ്ങളെക്കുറിച്ച് മിക്കവർക്കും അറിയാം. പലരും ജീവിതത്തിൽ അല്ലെങ്കിൽ ജീവിതചര്യയിൽ അത് കൊണ്ടുവരാൻ ശ്രമിച്ച് വിജയിച്ചവരാണ്. ജീവിതശൈലി രോഗങ്ങളിൽ പ്രധാനമായിട്ടുള്ള ഡയബറ്റിസ്, അമിതവണ്ണം, പ്രീ ഡയബറ്റിക് സ്റ്റേജ് എന്നിവയിൽ നാം മരുന്ന് ഉപയോഗിച്ചും ജീവിതശൈലിയിലെ മാറ്റങ്ങൾ കൊണ്ടും ഉണ്ടാക്കാവുന്ന ഗുണകരമായ പല നേട്ടങ്ങളും നാം 2 കൊല്ലം കഴിഞ്ഞ് അല്ലെങ്കിൽ 3 കൊല്ലം കഴിഞ്ഞ് ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ പലപ്പോഴും മരുന്നുകളുടെ ആവശ്യകത അല്ലെങ്കിൽ ഇൻസുലിൻ്റെ ആവശ്യകതകളെല്ലാം കൂടി വരാം. എന്നാൽ വളരെ കാര്യക്ഷമമായ രീതിയിൽ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരാൾക്ക് കാലക്രമേണ മരുന്നുകളുടെ ആവശ്യവും ഇൻസുലിൻ്റെ ആവശ്യവും കുറഞ്ഞു വരാം. അപ്പോൾ ഈ വീഡിയോയിൽ പ്രീ ഡയബറ്റിസ്, പ്രമേഹ പൂർവാവസ്ഥയിലും ഡയബറ്റിസ് ഉള്ളവരിൽ, ഡയബറ്റിസിന് വേണ്ടി മരുന്ന് കഴിക്കുന്നവർ, ഇൻസുലിൻ എടുക്കുന്നവർ, ഇങ്ങനെ ഉള്ളവരിൽ എങ്ങനെ നമ്മൾക്ക് ടൈം റെസ്ട്രിക്റ്റഡ് ഈറ്റിംഗ് അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ വീഡിയോ. ഈ വീഡിയോയിൽ എൻ്റെ അനുഭവങ്ങളും അതുപോലെ തന്നെ ഏറ്റവും പ്രധാനം നമ്മുടെ കാണുന്ന ഓരോ പേഷ്യൻസിൻ്റെയും അല്ലെങ്കിൽ അസുഖം കൊണ്ട് ബുദ്ധിമുട്ട് ഉള്ളവരുടെയും അവരുടെ മൈൻഡ് സെറ്റാണ്. കാരണം പലർക്കും ഇത് ചെയ്യാൻ സാധിക്കത്തില്ല, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു 3 മണിക്കൂർ പോലും ഭക്ഷണം കഴിക്കാതെ ഇരിക്കാൻ പറ്റാത്ത ഒരാൾക്ക് 12-16 മണിക്കൂറോളം ആഹാരമൊന്നും കഴിക്കാതിരിക്കാൻ പറ്റുക എന്ന് പലരും ചിന്തിക്കുന്നുണ്ടോ? ഇതിനോടൊപ്പം ഒരു പോയിൻ്റ് കൂടെ ഞാൻ സൂചിപ്പിക്കുകയാണ്. നമ്മളുടെ വൈദ്യശാസ്ത്രം, സൗകര്യങ്ങൾ, മരുന്നുകൾ, ജീവിത നിലവാരം ഇവയെല്ലാം വളരെ മെച്ചപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് ഈ പ്രമേഹം പോലുള്ള അസുഖങ്ങൾ വളരെ വേഗതയിൽ കാട്ടുതീ പോലെ പടർന്നു പോകുന്നത് എന്ന് നിങ്ങൾ ഓരോരുത്തരും ഒന്നുകൂടി ചിന്തിക്കണം. ഇനി ടോപ്പിക്കിലേക്ക്. ഞാൻ ഇതിനെ 2ആയിട്ട് തരംതിരിച്ചാണ് സംസാരിക്കുന്നത്. ഒന്ന്, പ്രീ ഡയബറ്റിസ് ഉള്ള ഒരാളിൽ ടെക്നിക്കലി രക്തത്തിലെ ഗ്ലൂക്കോസ് അളവ് കൂടിയിട്ടില്ല, അങ്ങനെ ഒരാൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് അഥവാ ടൈം റെസ്ട്രിക്റ്റഡ് ഈറ്റിംഗ് എങ്ങനെ ചെയ്യാം എന്ന് ഞാൻ ആദ്യം പറയുകയാണ്. അതിൽ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഓർ ടൈം റെസ്ട്രിക്റ്റഡ് ഈറ്റിംഗ് എന്ന് പറയുന്നത് പലതരത്തിലുണ്ട്. 10 മണിക്കൂർ ആഹാരം കഴിക്കുന്നു, 14 മണിക്കൂർ ആഹാരം കഴിക്കാതിരിക്കുന്നു, 16 മണിക്കൂർ, 8 മണിക്കൂർ അങ്ങനെ വേണ്ട, അല്ലെങ്കിൽ ഒരു മീല് മാത്രം കഴിക്കുന്ന രീതിയിലുള്ള ഫാസ്റ്റിംഗും ഉണ്ട്, വെള്ളം മാത്രം ഉപയോഗിക്കുന്ന ഫാസ്റ്റിംഗ് ഉണ്ട്. അതിനല്ല ഞാൻ മുൻഗണന കൊടുക്കുന്നത് നമ്മളെപ്പോലെ ഒരു സാധാരണ ജീവിതം നയിക്കുന്ന ഒരാളിൽ ഒരു 5 മുതൽ 6 തവണ ഒരു ദിവസം ഭക്ഷണം കഴിക്കുന്നത്, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ലഞ്ച്, രാത്രി ഡിന്നർ, ഇത് കഴിക്കുന്നതിനിടയിൽ സ്നാക്സ് കഴിക്കുന്നു, പിന്നെ കൂട്ടുകാരെ കാണുന്നു, പെപ്സി കുടിക്കുന്നു, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന വഴിയിൽ വണ്ടി നിർത്തുന്നു, ഒരു ചായ കുടിക്കുന്നു, ഒരു പഴംപൊരി കഴിക്കുന്നു. ഇങ്ങനെ ശീലിച്ചു പോയ ഒരാളിൽ, അല്ലെങ്കിൽ രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഇനി എന്തെങ്കിലും ക്ഷീണം വരുമല്ലോ എന്ന് കരുതി ഭക്ഷണം കഴിക്കുന്നത്, ഇത് ഇന്നും പ്രമേഹമുള്ള ഒരാളിലല്ല, പ്രമേഹമില്ലാത്തൊരാളിൽ ഇങ്ങനെ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ഫാസ്റ്റ് ചെയ്യാൻ പറ്റും? അതിൽ
ഏറ്റവും പ്രധാനമായിട്ടൊരു കാര്യം പറയുന്നത് 2 മുതൽ 3 ആഴ്ചക്കാലം നിങ്ങളുടെ ഇടഭക്ഷണം ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇടഭക്ഷണം ഒഴിവാക്കുമ്പോൾ ഞാൻ ഒന്നും കഴിക്കുന്നില്ലല്ലോ എന്നൊരു തോന്നലുണ്ടാകാം. ആ കഴിക്കേണ്ട ഭക്ഷണം നിങ്ങളുടെ പ്രധാന മീലിനോടൊപ്പം ചേർത്തിട്ട് പ്രധാന മീലിൻ്റെ, അതായത് രാവിലെ ഇപ്പോൾ 2 ദോശ കഴിക്കുന്ന ഒരാളാണെങ്കിൽ 11 മണിക്ക് നിങ്ങളൊരു പഴംപൊരി കഴിക്കുന്ന ആളാണെങ്കിൽ ആ പഴംപൊരിക്ക് പകരമായി എന്തെങ്കിലും ഒന്ന് രാവിലെ കഴിക്കാൻ പറ്റുമെങ്കിൽ കഴിക്കുക. പക്ഷേ ഇടയ്ക്ക് ഒന്നും കഴിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ഉദാഹരണം. അതുപോലെ തന്നെ 4 മണിക്ക് നിങ്ങൾക്ക് ചായയോടൊപ്പം എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിൽ ആ സ്നാക്സ് അങ്ങ് അവോയ്ഡ് ചെയ്യാം, ചായ മാത്രം ആക്കാൻ നോക്കുക. ഇങ്ങനെ ആക്കി ഒരു 3 ആഴ്ച ഒന്ന് പരിശ്രമിച്ച ശേഷം എന്താ ചെയ്യുക എന്ന് ചോദിച്ചാൽ, രാവിലെ 9 മണിക്ക് നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റും വൈകുന്നേരം 8 മണിക്ക് ഡിന്നറും ആക്കിക്കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്കൊരു ഏകദേശം 13 മണിക്കൂറോളം നമ്മുടെ ശരീരത്തിന് ഫാസ്റ്റിംഗ് എന്നൊരു അവസ്ഥ കിട്ടും. ഇതിനിടയിൽ വെള്ളം കുടിക്കാം, ഇതിനുള്ളിൽ മധുരപാനീയങ്ങൾ തുടരുത്. പക്ഷേ മധുരം ചേർക്കാത്ത, പാല് ചേർക്കാത്ത പോലുള്ള ആഹാരം അല്ലെങ്കിൽ ഊർജം അടങ്ങാത്ത തരത്തിലുള്ള പാനീയങ്ങൾ എല്ലാം യഥേഷ്ടം ഉപയോഗിക്കാം. അപ്പോൾ 13 മണിക്കൂർ ഫാസ്റ്റിംഗ് എന്നൊരവസ്ഥ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും ഏതെങ്കിലും ഒരു മീൽ എന്ന് ഉദ്ദേശിക്കുന്നത് രാവിലത്തെ പ്രാതൽ ഭക്ഷണമോ രാത്രി കഴിക്കുന്ന അത്താഴമോ, ഇതിൽ ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ശ്രമിക്കുക. ആദ്യം വിജയിക്കണമെന്നില്ല. അപ്പോൾ അതിനും വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രാതലോ അത്താഴമോ ഒഴിവാക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തി നോക്കുക. അപ്പോൾ പലർക്കും ഉണ്ടാകുന്ന സംശയം, ഗ്യാസ് ഉണ്ടാകത്തില്ലേ, അല്ലെങ്കിൽ ഞാൻ കുഴഞ്ഞു വീണു പോകത്തില്ലേ? അതിനുള്ളൊരു ഉത്തരം ഞാനൊരു വേറൊരു വീഡിയോയിൽ തന്നെ പറയുന്നത്, ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ ഗുണങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോയിൽ ഞാനത് പറയുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള സാധ്യതകളെല്ലാം തീരെ കുറവാണ്. അടുത്തതായി എനിക്ക് സൂചിപ്പിക്കേണ്ടത്, ഏതെങ്കിലും ഒരു നേരത്തുള്ള ഒരു ആഹാരം ഒഴിവാക്കി തുടങ്ങിയാൽ തന്നെ, ഉദാഹരണത്തിന് ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ പ്രാതൽ ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ ഭക്ഷണം, ഒരു ദിവസത്തെ ആദ്യത്തെ ഭക്ഷണം എന്ന് പറയുന്നത് 1 മണിക്ക് കഴിക്കുന്ന ഊണാകാം. അങ്ങനെ കഴിക്കുന്ന ഊണിൽ അമിത അളവിൽ കഴിക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ തന്നെ നാം നോക്കിക്കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് 1 മണിക്ക് ഭക്ഷണം കഴിക്കുന്നു, രാത്രി 8 മണിക്ക് അത്താഴം കഴിക്കുന്നു. അപ്പോൾ നാം ഒരു 7 മണിക്കൂർ മാത്രമേ നമുക്കൊരു ഈറ്റിംഗ് വിൻഡോ ഉള്ളൂ. ബാക്കിയുള്ള സമയങ്ങളിൽ നാം ഊർജം അമിതമടങ്ങിയ ആഹാര സാധനങ്ങളൊന്നും കഴിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ രീതി ആഴ്ചയിൽ 2 ദിവസം നോക്കാം, 3 ദിവസം നോക്കാം, 4 ദിവസം നോക്കാം. നിങ്ങളുടെ ശരീരം എങ്ങനെ അതിനോട് പ്രതികരിക്കുന്നു എന്നുള്ളതും, പിന്നെ തുടക്കത്തിൽ തന്നെ ഞാൻ സ്നാക്കിംഗ് ഒഴിവാക്കാൻ പറഞ്ഞു. പിന്നെ സമയങ്ങൾ ഘട്ടം ഘട്ടമായി കൂട്ടുന്നതിനോടാണ് ഞാൻ വീണ്ടും പറഞ്ഞത്. ഓരോ ചുവടുകളും 3 ആഴ്ച എന്നുള്ള സമയമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ വന്ന ശേഷം ഒരു മീൽ ഒഴിവാക്കുക എന്നുള്ള കാര്യമാണ് നാം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇതെല്ലാം പ്രീ ഡയബറ്റീസ് ഉള്ള ഒരാളും പ്രമേഹത്തിന് വേണ്ടി മരുന്ന് കഴിക്കാത്ത ഒരാളിലും ചെയ്യേണ്ട മാർഗ്ഗങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇനി പ്രമേഹമുള്ള ഒരാളെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഇൻസുലിൻ എടുക്കുന്ന ഒരാളാകാം, അല്ലെങ്കിൽ പലതരത്തിലുള്ള ഷുഗറിൻ്റെ മരുന്ന് കഴിക്കുന്ന ഒരാളാകാം. അങ്ങനെയുള്ള ഒരാളിൽ ഇതൊരു വെല്ലുവിളിയാണ്. പ്രധാനമായും ആ ഒരു പേഷ്യൻറ്റിൻ്റെ മൈൻഡ് സെറ്റ്. കാരണം 2 മണിക്കൂറോ 3 മണിക്കൂറോ പോലും ഭക്ഷണം കഴിക്കാതിരിക്കാൻ സാധിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് 13-14 മണിക്കൂർ ആഹാരം കഴിക്കാതിരിക്കുക എന്നുള്ളത് ആലോചിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ അവർക്കൊരു നെഞ്ചിടിപ്പും ബുദ്ധിമുട്ടും തോന്നാം. തീർച്ചയായും ഘട്ടം ഘട്ടമായിട്ട് ഞാൻ നേരത്തെ പ്രീ ഡയബറ്റീസുകാർക്ക് സൂചിപ്പിച്ച പോലെ ഘട്ടം ഘട്ടമായിട്ട് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറഞ്ഞു പോകാതെ, എന്നാൽ ഫാസ്റ്റിങ്ങിൻ്റെ ഗുണം കിട്ടുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതിന് വേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ് എന്തെന്ന് വെച്ചാൽ, പ്രമേഹ ചികിത്സയിൽ
പ്രമേഹത്തിന് വേണ്ടി മരുന്ന് തന്നു തുടങ്ങി മാസങ്ങൾ കഴിയുമ്പോൾ നാം ഓരോരുത്തരും ടൈപ്പ് 2 ഡയബറ്റീസ് ആണെങ്കിൽ നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസ് നോർമലൈസ്ഡ് ആയി വരികയും മരുന്നിൻ്റെ ആവശ്യകത കുറയ്ക്കാനും പറ്റുന്നൊരവസ്ഥ വരുമ്പോൾ പലരും ആഹാരത്തിൻ്റെ അളവ്, അന്നജത്തിൻ്റെ അളവ് കൂട്ടുകയാണ് പതിവ്. എന്തെന്ന് വെച്ചാൽ ഷുഗർ കുറഞ്ഞു പോകുമോ എന്നുള്ളൊരു ഭയം കാരണം, രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറഞ്ഞു പോയാലോ എന്നുള്ളൊരു പേടി കാരണം നാം കൂടുതൽ ആഹാരം കഴിക്കാം. ഇതിനെ നമ്മൾ കോമ്പൻസേറ്ററി ഓവർ ഈറ്റിംഗ് എന്ന് പറയും. അങ്ങനെ ശീലിച്ച് വർഷങ്ങൾ പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മിക്കപ്പോഴും മരുന്നിൻ്റെ ആവശ്യകത നമുക്ക് കുറയ്ക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ കോമ്പൻസേറ്ററി ഓവർ ഈറ്റിംഗ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റിൽ ധാരാളം ഇൻസുലിൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേകതരം ഡയബറ്റിക് മരുന്നുണ്ട്, സൾഫനിലൂരിയ എന്ന് പറയുന്ന മരുന്ന്. അതിൽ ഗ്ലിമിപ്രൈഡ്, ഗ്ലിക്കാസൈഡ്, ക്ലിപ്പിസൈഡ്, ക്ലിബൻക്ലമൈഡ് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള മരുന്നുകളുണ്ട്. അങ്ങനെയുള്ള മരുന്നുകൾ ഒരു ഡോക്ടറുടെ ഉപദേശത്തോടു കൂടി മാറ്റുവാൻ ശ്രമിക്കണം. അത് ഡോക്ടർ, ഇത് നിങ്ങളായിട്ട് എടുക്കേണ്ട തീരുമാനമല്ല. ഒരു ഡോക്ടറുമായിട്ട് സംസാരിച്ച ശേഷം ആ തരത്തിലുള്ള മരുന്നുകൾ മാറ്റുകയും, ഇൻസുലിൻ തന്നെ പലതരത്തിലുള്ള ഇൻസുലിനുണ്ട്. ലോങ് ആക്ടിങ് ഇൻസുലിനുണ്ട്, ഷോർട്ട് ആക്ടിങ് ഇൻസുലിനുണ്ട്, മിക്സ്ഡ് ടൈപ്പ് ഓഫ് ഇൻസുലിൻസ് ഉണ്ട്. അപ്പോൾ ഇൻസുലിൻ്റെ അളവ് നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ശ്രമം നടത്താം. അതിൽ ഈ കോമ്പൻസേറ്ററി ഓവർ ഈറ്റിംഗ് ഒഴിവാക്കണം. ഈ സ്നാക്കിങ്സ്, ഇടയ്ക്കിടയ്ക്കുള്ള സ്നാക്കിങ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ പ്രീ ഡയബറ്റീസുകാർക്ക് പറഞ്ഞതുപോലെ സ്നാക്കിങ്സിൻ്റെ അളവ് അല്ലെങ്കിൽ ഫ്രീക്വൻസി കുറയ്ക്കാൻ നമുക്ക് ശ്രമിക്കാം. ഇങ്ങനെയൊക്കെ ആക്ച്വലി ചെയ്യണമെങ്കിൽ നിങ്ങളെപ്പറ്റി ഒരു ഏകദേശം നല്ല ഒരു രൂപം ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറിന് വേണ്ടി വരും. അതിനോടൊപ്പം തന്നെ മരുന്നുകൾ കുറച്ച് കൊണ്ടുവരണം എന്നൊരു ഇച്ഛാശക്തി ഓരോ പേഷ്യൻസിനും ഉണ്ടെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ അനുഭവത്തിൽ തന്നെ ഞാൻ പലർക്കും ഫാസ്റ്റ് ആക്ടിങ് ഇൻസുലിൻസിൻ്റെ അളവ് വളരെയധികം കുറച്ചിട്ട് ലോങ് ആക്ടിങ് ഇൻസുലിൻ മാത്രം നിർത്തിക്കൊണ്ടു പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഡയബറ്റിക് മെഡിക്കേഷൻസ്, ഈ സൾഫനിലൂരിയ എന്ന് പറയുന്ന തരത്തിലുള്ള മരുന്നുകൾ ഒഴിവാക്കിക്കൊണ്ട് പുതിയ തരത്തിലുള്ള മരുന്നുകൾ ഉൾപ്പെടുത്തി ഹൈപ്പോഗ്ലൈസീമിയയും വരുന്നില്ല, എന്നാൽ അമിതമായി രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടാതെയും നോക്കിക്കൊണ്ടു പോകാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റിൽ തന്നെ ഒരു മാറ്റം കൊണ്ടുവന്ന ശേഷം വേണം ഫാസ്റ്റ് ചെയ്യാൻ. അല്ലെങ്കിൽ സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ, ഒരു തവണ ഹൈപ്പോഗ്ലൈസീമിയ അല്ലെങ്കിൽ രക്തത്തിൻ്റെ ഗ്ലൂക്കോസിൻ്റെ അളവ് 70 കുറഞ്ഞു പോയി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരാൾ ഒരിക്കലും ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങോ ടൈം റെസ്ട്രിക്റ്റഡ് ഈറ്റിങ്ങോ ചെയ്യാനുള്ള ധൈര്യം കാണിക്കത്തില്ല. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മരുന്നുകളിൽ നിങ്ങളുടെ ഈ മരുന്നുകൾ പെട്ടെന്ന് കുറയ്ക്കാനൊന്നും സാധിക്കുന്നതല്ല. ആ ഒരു കാര്യം അതിനു വേണ്ടി ഒരു ദീർഘവീക്ഷണത്തോടു കൂടി ഒരു ലോങ് ടേം പ്ലാനിൽ ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് ഓരോ മരുന്നിൻ്റെ ആവശ്യകത കുറച്ചുകൊണ്ട് ആദ്യം സ്നാക്കിംഗ് ഒഴിവാക്കി, പിന്നെ ഒരു 10 മണിക്കൂർ ഈറ്റിംഗ് വിൻഡോ ആക്കി നോക്കി, പതുക്കെ പതുക്കെ ഓരോ 3 ആഴ്ച കൂടുമ്പോൾ ഓരോ മണിക്കൂർ സമയം ഇത് കൂട്ടിക്കൊണ്ടു പോകുന്നതിനോടൊപ്പം നമുക്ക് മരുന്നിൻ്റെ ആവശ്യകതയും കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. ഇത് അത്ര സിമ്പിളല്ല കാര്യം. കാരണം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ, കിഡ്നിയുടെ അവസ്ഥ, ലിവറിൻ്റെ അവസ്ഥ, ഹോർമോണൽ അവസ്ഥ, ഇപ്പോഴത്തെ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകളുടെ അവസ്ഥ, നിങ്ങളുടെ ജീവിതശൈലി, നിങ്ങളുടെ ഉറക്കം, നിങ്ങളുടെ സമ്മർദ്ദം, കുടലിലെ സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനം എങ്ങനെ, വൈവിധ്യത എങ്ങനെ, ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ട്. പക്ഷേ ഈ ഒരു കാര്യം നോക്കുന്നതിലൂടെ വളരെ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കും. അപ്പോൾ എങ്ങനെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് പ്രമേഹത്തിന് മരുന്ന് കഴിക്കുന്നവർ തുടങ്ങാം എന്നുള്ളതാണ് എൻ്റെ ഈ വീഡിയോയിലെ 2ാമത്തെ ടോപ്പിക്. അതിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ഡോക്ടറുടെ അഭിപ്രായത്തിലോട് കൂടി ചെന്ന് കുറച്ച് സമയം ചിലവഴിച്ച് മനസ്സിലാക്കി കുറച്ച് തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് ടൈം റെസ്ട്രിക്റ്റഡ് ഈറ്റിംഗ് അഥവാ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് നിങ്ങളുടെ ജീവിതചര്യയിൽ കൊണ്ടുവരാനും അതുവഴി
ജീവിതശൈലി രോഗങ്ങളെ നല്ല രീതിയിൽ പ്രതിരോധിക്കാനും സാധിക്കും. അത് ഉറപ്പുള്ളൊരു കാര്യമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആണ് ഞാൻ ഇനിയിപ്പോൾ സംസാരിക്കുന്നത്. നമ്മൾക്ക് വേണ്ട എല്ലാ തരത്തിലുള്ള അറിവും ഇന്ന് ഇൻ്റർനെറ്റിൽ ലഭ്യമാണ്. പക്ഷേ നിങ്ങൾക്ക് വേണ്ട ഏറ്റവും നല്ല മാർഗം നിങ്ങൾ ചികിത്സിക്കുന്ന ഒരു ഡോക്ടറിന് മാത്രമേ അത് നിർണ്ണയിക്കാൻ സാധിക്കുകയുള്ളൂ. ഓരോ വ്യക്തികളും വ്യത്യസ്തരാണ്. അപ്പം ആ ഒരു കാര്യം എപ്പോഴും കണക്കിലെടുത്ത് വേണം ഇൻ്റർനെറ്റിൽ നിന്ന് കിട്ടുന്ന മെഡിക്കൽ വിവരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിന് പകരം നിങ്ങൾ ചികിത്സിക്കുന്ന ഡോക്ടറുമായി ഒന്ന് കൺസൾട്ട് ചെയ്ത് ഒന്ന് നോക്കി ഒന്ന് മനസ്സിലാക്കിയ ശേഷം ഓരോ ചുവടുകൾ എടുക്കുക. നിങ്ങൾക്കേവർക്കും നല്ല രീതിയിൽ ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കുവാനാകട്ടെ. ഞാൻ എൻ്റെ അനുഭവവും എങ്ങനെ ഈ തരത്തിലുള്ള മാർഗങ്ങൾ ജീവിതശൈലിയിൽ ഉൾപ്പെടുത്താം എന്നുള്ളതിനെക്കുറിച്ചാണ് കൂടുതൽ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഇത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. എൻ്റെ മറ്റുള്ള വീഡിയോസും ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവർ കൂടുതൽ കാര്യക്ഷമമായ രീതിയിൽ ജീവിതശൈലികളെ ചെറുക്കുവാൻ സഹായിക്കുവാൻ വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.